اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അപ്പോൾ 29ാമത്തെ ഹിക്മത്തായിട്ട് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ട് സൃഷ്ടികളുടെ മേൽ തെളിവ് പിടിക്കുന്ന ആളും സൃഷ്ടികളെ കൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ തെളിവ് പിടിക്കുന്ന ആളും രണ്ടാളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? രണ്ടാളും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം അള്ളാഹുവിനെ കൊണ്ട് സൃഷ്ടികളുടെ മേൽ തെളിവ് പിടിക്കുന്ന ആള് വഹുമുൽ മുറാദൂൻ, മുറാദൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഷുഹൂദിന്റെ മക്കാമിലാണ്. അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിലൂടെയാണ് മൂപ്പർ എന്ത് ചെയ്യണത്? സൃഷ്ടികളെ കാണുന്നത്. രണ്ടാമത്തത് മുരീദൂന്റെ മക്കാമ, സാലിക്കിന്റെ മക്കാമാണ്. സൃഷ്ടികളിലൂടെയാണ് രണ്ടാമത്തെ ആള് ആരെ കാണുന്നത്? അള്ളാഹുവിനെ കാണുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരുപാട്. ഒന്ന് തുടക്കക്കാരനാണ്, രണ്ട് ഗായത്തിലേക്ക് എത്തിയ മഹാനുമാണ്. എന്ന് പറഞ്ഞാൽ ലാ മൗജൂദ ഇല്ലല്ലാന്റെ മക്കാമിൽ എത്തിയ ആളാണ് ആദ്യം പറഞ്ഞ ആള്. രണ്ടാമത്തെ ആള് അള്ളാഹുവിലേക്കുള്ള പ്രയാണ വഴിയിലെ തുടക്കക്കാരനുമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്? പറഞ്ഞു വെച്ചത്. ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കാണ് നോക്കിക്കോളിയും. അൽ മുസ്തദില്ലു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് സൃഷ്ടികളുടെ മേൽ തെളിവ് പിടിക്കുന്ന ആള്. എന്നാൽ അള്ളാഹുവിനെ കണ്ടിട്ടാണ് മൂപ്പർ എന്ത് ചെയ്യണത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കൊണ്ട് സൃഷ്ടികളുടെ മേൽ തെളിവ് പിടിക്കുന്ന ആള് അവൻ അറഫൽ ഹഖ, അവൻ യാഥാർത്ഥ്യത്തിനെ വകവെച്ചു കൊടുത്തിരിക്കുന്നു. യാഥാർത്ഥ്യത്തിന് എന്താണ് യാഥാർത്ഥ്യം? വാജിബുൽ വുജൂദ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അവനക്ക് മനസ്സിലാകും ബാക്കിയുള്ളതൊക്കെ ഒരു ഡമ്മികളാണ്. അതൊരു ഹൃദയ ബോധ്യാണ്. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനെ ബോധ്യപ്പെടുന്നുണ്ടാവും. അങ്ങനെ പോരാ, അതൊരു ഹൃദയം കൊണ്ട് ഒരു ബോധ്യപ്പെടലുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ കഅബ ഷരീഫ് എന്നിങ്ങനെ കേട്ട് 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 അല്ലെ, കഅബ ഷരീഫ് നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ നേരിട്ട് കാണുന്ന ഒരനുഭൂതി അത് വേറെ തന്നെയാണ്. ഈമാനുള്ളവർക്ക് കഅബ ഷരീഫ് കാണുമ്പോൾ അത് നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. അൽ മുസ്തദില്ലു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് തെളിവ് പിടിക്കുന്ന ആള് അറഫൽ ഹഖ, അവൻ യാഥാർത്ഥ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വകവെച്ചു കൊടുത്തിരിക്കുന്നു. ആർക്ക്? ലി അഹ്ലിഹി, അതിന്റെ അവകാശിക്കുന്ന അള്ളാഹു താലാക്ക്. അപ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ഇൻസാനുൽ കാവിലായി മാറുന്നത് അപ്പോഴാണ്. അള്ളാഹു താലാന്റെ അസ്തിത്വം അവനക്ക് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ആ വുജൂദിയത്ത് ബോധ്യപ്പെടലോടുകൂടെ മറ്റുള്ളവർക്ക് വുജൂദ് ഇല്ല എന്നും കൂടി അവനക്ക് എന്ത് ചെയ്യും? ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ വുജൂദ് കൊണ്ട് മാത്രമാണ് ഈ ആലമുൽ അമ്ർ എന്ന് പറയുന്ന ഈ സൃഷ്ടി ലോകം എന്ന് മാത്രമല്ല, ആലമുൽ മലക്കൂത്താണെങ്കിലും ജബറൂത്താണെങ്കിലും ലാഹൂത്താണെങ്കിലും ഏത് ലോകങ്ങളാണെങ്കിലും ഒക്കെ ആ വാജിബുൽ വുജൂദിന്റെ തഹത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് ഒരു ഹൃദയ ബോധ്യം അവനക്ക് എന്ത് ചെയ്യും? ആ സമയത്ത് ഉണ്ടാവും. ഞാൻ പറയുന്നത് തിരിയുണ്ടോ? അൽ മുസ്തദില്ലു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് തെളിവ് പിടിക്കുന്ന ആള് അറഫൽ ഹഖ, അവൻ യാഥാർത്ഥ്യത്തിനെ വകവെച്ചു കൊടുത്തിരിക്കുന്നു. ലി അഹ്ലിഹി, അള്ളാഹു തആലാക്ക്. അപ്പോഴാണ് എന്ത് ചെയ്യണത്? യഥാർത്ഥത്തിൽ വാജിബുൽ വുജൂദിനെ കുറിച്ചുള്ള അറിവുകൾ അവനിലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതോടുകൂടെ തന്നെ വഅസ്ബതൽ അംറ, ആലമുൽ അംറിനെ അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തിൽ നിന്ന്? മിൻ വുജൂദി അസ്ലിഹി, ഈ ആലമുൽ അംറിന്റെ മൂലസ്രോതസ്സിന്റെ അസ്തിത്വമുണ്ട്. ആരായി മൂലസ്രോതസ് എന്നത്? അള്ളാഹു താല. അള്ളാഹു താലാന്റെ അസ്തിത്വത്തിൽ നിന്നാണ് അവൻ ഈ ആലമുൽ അമ്രിനെ പോലും അവൻ എന്ത് ചെയ്യുന്നത്? സ്ഥിരപ്പെടുത്തുന്നത്. കാരണം അവൻ ആരെയാണ് ആദ്യം കാണുന്നത്?
അള്ളാഹുവിനെ കാണുന്നത്. അള്ളാഹുവിലൂടെയാണ് മറ്റുള്ളതിനെ മുഴുവൻ കാണുന്നത്. അപ്പൊ അവനക്ക് എന്തേ ബോധ്യം വരുള്ളൂ? അള്ളാഹു തആല മാത്രമേ ഉള്ളൂ, അള്ളാന്റെ തഹത്തിലാണ്, അള്ളാഹുവിന്റെ തഹത്തിലാണ് ബാക്കിയുള്ളതൊക്കെ എന്നുള്ള. മാത്രല്ല നമുക്കൊന്നും ഇതിന്റെ സിറുകൾ മനസ്സിലായിട്ടില്ല. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുറബ്ബിയായ ഷെയ്ഖിനക്ക് ചില നിബന്ധനകൾ പറയുന്നുണ്ട് കിതാബുകളിലൊക്കെ. ബഹുമാനപ്പെട്ട അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന കിതാബിൽ ഇമാം ഷാറാനി തങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിറുൽ ഇൻസാൻ, മനുഷ്യന്റെ രഹസ്യം, സൃഷ്ടികളുടെ രഹസ്യം. അതൊരു മുറബ്ബിയായ ഷെയ്ഖിന് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. സൃഷ്ടികളുടെ രഹസ്യം അവനക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിറുൽ ഉലൂഹിയത്ത്, ഉലൂഹിയത്തിന്റെ രഹസ്യം ആർക്ക് അറിഞ്ഞിരിക്കണം? ഒരു മുറബ്ബിയായ ഷെയ്ഖിന് അറിഞ്ഞിരിക്കണം. അതാണ് ഈ മുറബ്ബി എന്ന് പറയുന്ന ആള് വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ കാരണം ഇത് അറിയാന്നുള്ളത് ചില്ലറ കേസൊന്നുമല്ല, വായിച്ച് വരുന്ന മാതിരിയല്ല ഇതിന്റെ അർച്ചില്. അപ്പൊ മനുഷ്യ രഹസ്യം ഒരു മുറബ്ബിക്ക് അറിഞ്ഞിരിക്കണം. ഉലൂഹിയത്തിന്റെ രഹസ്യം ഉണ്ട്, അള്ളാഹുവിന്റെ രഹസ്യം, അതൊരു മനുഷ്യൻ ഒരാൾക്ക് എന്ത് ചെയ്യണം? ഒരു മുറബ്ബിക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ശുറുൽ മലായിക്കത്ത്, മലായിക്കത്തിന്റെ ഒരു രഹസ്യമുണ്ട്. നമ്മൾ മലായിക്കത്തിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ പോരാ, മലായിക്കത്തിന്റെ ഒരു രഹസ്യമുണ്ട്, അതിന്റെ ഹഖീഖത്തിനൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനെക്കുറിച്ച് ഒരു മുറബ്ബിക്ക് അറിഞ്ഞിരിക്കണം. അതോടുകൂടെ തന്നെ സിറുൽ കലാം, പരിശുദ്ധ ഖുർആനില് മുഹക്കമും മുത്തശാബിഹുമായ ഒരുപാട് ആയത്തുകളുണ്ട്. മുത്തശാബിഹായ ആയത്തുകൾ കണ്ടിട്ടില്ല നമ്മള്? അലിഫ് ലാം മീം, അലിഫ് ലാം മീം, ല്ലേ? ഹാമീം, യാസീൻ, കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഹാമീം ഐൻ സീൻ ഖാഫ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളുണ്ട് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇതിന്റെയൊക്കെ പൊരുൾ ശരിക്ക് യഥാർത്ഥത്തിൽ ആർക്ക് അറിഞ്ഞിരിക്കണം? ഒരു മുറബ്ബിയായ ഷെയ്ഖിന് അറിഞ്ഞിരിക്കണം എന്നാണ്. അവനൊക്കെ ഒരു മുറബ്ബി എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്ന ആളാണ് ശരിക്കും ആര്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആള്. ആര്? അള്ളാഹുവിനെ കൊണ്ട് സൃഷ്ടികളുടെ മേൽ തെളിവ് പിടിക്കുന്ന ആൾ. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നമുക്ക് എന്തേ മനസ്സിലായി? ഞമ്മക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തിരിഞ്ഞില്ലേ? അല്ലേ? ഒരു മഹാനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ആളെ എപ്പോഴും പറയത്തരെ മനസ്സിലായിട്ടില്ല, മനസ്സിലായിട്ടില്ല, മനസ്സിലായിട്ടില്ല. എന്റെ നക്കലിന്റെ കയ്യിലുണ്ട്, മനസ്സിലായിട്ടില്ല, മനസ്സിലായിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പൊ ആൾക്കാർ എപ്പോഴും ഇയാളിത് ഇങ്ങനെ പറയല്ലേ. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഈ മനസ്സിലാകാത്ത ചോദിച്ചത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഞാനിങ്ങനെ കുറെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് എനിക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ പോണൊക്കെ എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി അറിഞ്ഞത്. അപ്പൊ ആൾക്കാർ ചോദിച്ചതേ, എനിക്ക് എന്താ മനസ്സിലായത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമ്മൾ കുറെ അങ്ങോട്ട് ചെല്ലുന്നിടത്തോളം നമുക്കൊന്നും അറിവില്ല, ഒന്നും അറിയില്ല എന്നുള്ള ഒരു പരമബോധം ഉണ്ടല്ലോ, അതാണ് നമുക്ക് എന്ത് ചെയ്യുക. അത് വലിയൊരു ബോധ്യം തന്നെയാണ്. നമുക്കൊരു അറിവില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ അറിവുള്ള ഒരാളിൽ നിന്നുള്ളതായ അശിഖത്തുകള് വെറും കിരണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുക. അതന്നെയാണ് വലിയ കാര്യം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവർക്കാണ് ശരിക്കും ആരിഫീങ്ങളൊന്നും അതുപോലെ തന്നെ സാലിഖീങ്ങളൊന്നും ഉന്നതരായ ഔലിയാക്കളെന്നൊക്കെ പറയാം. ഏതായാലും ഒന്നുകൂടി വായിക്കാണ്. അൽ മുസ്തദില്ലു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് തെളിവ് പിടിക്കുന്ന ആള് അറഫൽ ഹഖ, അവൻ യാഥാർത്ഥ്യത്തിനെ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കാ വകവെച്ചു കൊടുത്തത്? അള്ളാഹു തആലക്ക്. പടച്ച റബ്ബേ, നിന്റെ മഹത്വം എത്രയാണെന്നുള്ളൊരു ബോധ്യം അവനക്ക് അപ്പളാ വരിക. മാത്രമല്ല വഅസ്ബതൽ അംറ, ആലമുൽ അംറുണ്ട്, സൃഷ്ടിലോകം, അതിനവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. മിൻ വുജൂദി അസ്ലിഹി, ഈ ആലമുൽ അംറിന്റെ മൂലസ്രോതസ്സിന്റെ അസ്തിത്വത്തിൽ നിന്ന്. മൂലസ്രോതസ്സാരാ? അള്ളാഹു തആല. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആരാണ്? അള്ളാഹു തആലയാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് അവനക്ക് എന്ത് ചെയ്യുക, ആ വിഷയം ബോധ്യപ്പെടുന്നത്. ഇനി ഇവിടെ പറയുന്ന വിഷയം ശ്രദ്ധിച്ചോളൂട്ടോ. വൽ ഇസ്തിദ്ലാലു അലൈഹി, അള്ളാഹുവിന്റെ മേൽ തെളിവ് പിടിച്ച ആളില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് തെളിവ് പിടിച്ച ആളുണ്ട്, അള്ളാഹുവിന്റെ മേൽ തെളിവ് പിടിച്ച ആളുണ്ട്. വൽ ഇസ്തിദ്ലാലു അലൈഹി, അള്ളാഹുവിന്റെ മേൽ തെളിവ് പിടിച്ച ആള് മിൻ അദമിൽ വുസൂലി ഇലൈഹി, ഓനക്ക് എവിടേക്ക് എത്തിയിട്ടില്ല, ഓൻ അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ല, ഓൻ തുടക്കക്കാരനാണ്. ഇന്നൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം കൂടി അതാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എവിടേക്കും അയാൾ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ വ്യക്തിയുടെ വിചാരം എന്താണ്? ഞാൻ വലിയ അല മക്കാമിൽ എത്തിക്കണമെന്നാണ്. അതോടുകൂടെ തന്നെ അവൻ ഒന്നും അല്ലാതെയാണ്. അപ്പോ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി നിങ്ങൾ പറയാണ്, വൽ ഇസ്തിദ്ലാലു അലൈഹി, അള്ളാഹുവിന്റെ മേൽ തെളിവ് പിടിച്ച ആള് മിൻ അദമിൽ വുസൂലി ഇലൈഹി, ഓൻ എവിടേക്ക് എത്തിയിട്ടില്ല,
അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ല. കാരണം സൃഷ്ടികളെ കൊണ്ടാണ് അവനെ ആരെ തെളിവിടിച്ചത്? സൃഷ്ടികളെ കൊണ്ട് സൃഷ്ടാവിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഓനെ കുറിച്ചാണ് ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി തങ്ങൾ പറയുന്നത്, വൽ ഇസ്തിദ്ലാലു അലൈഹി, സൃഷ്ടികളെ കൊണ്ട് സൃഷ്ടാവിന്റെ മേൽ തെളിവ് പിടിച്ച വ്യക്തി മിൻ അദമിൽ വുസൂലി ഇലൈഹി, ഓൻ ആരിലേക്ക് എത്തിയിട്ടില്ല? അള്ളാഹുലേക്ക് എത്തിയിട്ടില്ല. ഇനി ഇങ്ങനെ അല്ലാന്ന് വെക്കുക, ഇങ്ങനെ അല്ലാന്ന് വെക്കുക എങ്കിൽ ഫമതാ ഗാബ, എപ്പോഴാണ് അള്ളാഹു താല ഓനിന്ന് മറഞ്ഞിക്കണത്? എപ്പോഴാ അള്ളാഹു താല അവനിന്ന് മറിയണത്? ഹത്താ യുസ്തദല്ല അലൈഹി, സൃഷ്ടികളെ കൊണ്ട് സൃഷ്ടാവിന്റെ മേൽ തെളിവ് പിടിക്കപ്പെടാൻ മാത്രം അള്ളാഹു താല എപ്പോഴാണ് അവനിന്ന് മറിയണത്? ഓൻ എങ്ങനെയാ ചെയ്യണത്? ഓൻ പറഞ്ഞു ഓനക്ക് എങ്ങനെ അള്ളാനെ മനസ്സിലാവണുള്ളൂ? ഒരു തൂണ് കാണുമ്പോൾ ഓനക്ക് അള്ളാനെ ഓർമ്മ വരുന്നുള്ളൂ. ഒരു പുഴ കാണുമ്പോൾ ഓനക്ക് അള്ളാനെ ഓർമ്മ വരികയാണ്. ഒരു പർവ്വതം കാണുമ്പോൾ ഓനക്ക് അള്ളാനെ ഓർമ്മ വരുന്നത്. ഓൻ എവിടേക്ക് എത്തിയിട്ടില്ല? ഓൻ അള്ളാഹുവിലേക്ക് വസൂലായിട്ടില്ല. ഇല്ല, ഇങ്ങനെ അല്ലെങ്കിൽ ഫമതാ ഗാബ, എപ്പോഴാണ് അള്ളാഹു താല അവനിന്ന് മറിയണത്? ഹത്താ യുസ്തദല്ല അലൈഹി, അള്ളാഹുവിന്റെ മേൽ തെളിവ് പിടിക്കപ്പെടാൻ മാത്രം എപ്പോഴാണ് അള്ളാഹു താല അവനിന്ന് എന്ത് ചെയ്യണത്? മറയുന്നത്. മതാ ബഅദ, എപ്പോഴാണ് അള്ളാഹു താല വിദൂരത്തായത്? ഹത്താ തകൂനൽ ആസാറു, ഈ സൃഷ്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ സൃഷ്ടികളൊക്കെ ആയിത്തീരാൻ മാത്രം, ഈ സൃഷ്ടികളൊക്കെ ആയിത്തീരാൻ മാത്രം ഹിയല്ലത്തി തൂസുലു ഇലൈഹി, ഈ സൃഷ്ടികളെ കൊണ്ടാണ് ഓൻ എന്ത് ചെയ്യണത്? അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. സൃഷ്ടികളെ കൊണ്ടാണ് അള്ളാഹു താലയിലേക്ക് ഓൻ എന്ത് ചെയ്യണത്? എത്തിച്ചേരുന്നത്. അങ്ങനെ പറയാൻ മാത്രം അള്ളാഹു താല എപ്പോഴാണ് അവനെ തൊട്ട് എന്ത് ചെയ്യണത്? വിദൂരത്താകണത്. ഒരിക്കലും പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് വിദൂരത്താവുന്നില്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി തങ്ങൾ എന്ത് ചെയ്യണത്? പറയണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ട് വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സാലിക്കാണ്, തുടക്കക്കാരനാണ്. രണ്ടാമത്തത് അതിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയ ആളാണ്. രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് എന്നാ പറയണത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാ മഅബൂദ ഇല്ലല്ലാഹന്റെ മഖാമുണ്ട്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഹൃദയത്തിൽ ബോധ്യം വരിക. അവനാണ് സത്യത്തിൽ എന്ത്? ഓനൊരു തുടക്കക്കാരനാണ്. ലാ മഅബൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു തആല മാത്രമാണ് എന്ന് ഹൃദയം കൊണ്ട് ബോധ്യം വരുന്ന ആള്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള പ്രയാണമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ളതാ പ്രയാണമാണ്. എന്താ രണ്ടാമത്തെ സ്റ്റേജ്? എന്താണ്? ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തതൊന്നും, അവന്റെ നിയ്യത്തിൽ അള്ളാഹു അല്ലാത്തതൊന്നും ഉണ്ടാവില്ല, അള്ളാഹു മാത്രമാകുന്നൊരവസ്ഥ ഉണ്ട്. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു താല മാത്രമാണ്. അവിടെ നിൽക്കാൻ പാടില്ല, അവിടുന്ന് പിന്നെയും അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അതിനേക്കാണ് പറയാ ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ കാണപ്പെടുന്നത് മുഴുവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ. അവിടുന്ന് പിന്നെയും ഒരു മക്കാമുണ്ട്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. ആ മക്കാമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, അള്ളാഹുവിനെ കൊണ്ട് തെളിവിടിക്കുന്ന ആളെ മക്കാമ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്. എന്താ ലാ മൗജൂദ ഇല്ലല്ലാഹ് പറഞ്ഞാൽ? അള്ളാഹു അല്ലാത്തതൊന്നുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇവിടെ വേറൊന്നുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. വേറൊന്നിനും എന്തില്ല? സ്വന്തമായി അസ്തിത്വമില്ല എന്ന ഏറ്റവും വലിയ ഉൾബോധ്യം അവന്റെ ഹൃദയത്തിൽ വരും. അങ്ങനത്തെ ലാ മൗജൂദ ഇല്ലല്ലാഹന്റെ മക്കാമിലുള്ള ആളും ലാ മഅബൂദ ഇല്ലല്ലാഹന്റെ മക്കാമിലുള്ള ആളും ഒരുപോലെ അല്ല. രണ്ടും ഒരുപാട് എന്തുണ്ട്? അന്തരമുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിലേക്ക് രണ്ട് രൂപത്തിലാണ് ഒരു മനുഷ്യനക്ക് എന്ത് ചെയ്യാം. ഇതിന്റെ ശറഹിൽ പറയുന്നുണ്ട്, രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിലേക്ക് ഒരാൾ എത്തുക. ഒന്ന് ഖിദ്മത്തിലൂടെ എത്തും, ഒന്ന് ഖിദ്മത്തിലൂടെ. രണ്ടാമത്തത് ഹുബ്ബിലൂടെ എത്തും. ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുധാവനം ചെയ്ത് അതൊക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹു താലാന്റെ ഇഷ്ടം കരസ്ഥമാക്കുക. ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പണി നമ്മളമ്മാരോ വാപ്പാരോ ഏൽപ്പിച്ചു കഴിഞ്ഞാല് അതിന്റെ കറക്റ്റായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഓൾക്ക് എന്തുമാത്രം ഇഷ്ടം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പീടി പോകുമ്പോ 100 റുപ്യ ഒന്നും ചില 1/2 കിലോ പഞ്ചാരി 100, പഴയ കാലത്ത് അങ്ങനല്ലേ, 1/2 കിലോ പഞ്ചാരി 100 വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടെന്ന് പറയും. 100 വെളിച്ചെണ്ണ വാങ്ങേണ്ട പരിപാടിയൊന്നുമില്ല, വാങ്ങിക്കൊണ്ടത്. നമ്മൾ പോയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചു കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിനൊരു 5 റുപ്യ നമുക്ക് തരും. അല്ലെ ഓനോട് തന്നെ പറയും, ഇജ്ജ് എന്ത് ചെയ്തോളുണ്ടോ, ഒരു 2 മുട്ടായിച്ച് വാങ്ങിക്കോളുണ്ടോ പറയും. കാരണം എന്താ? നമ്മൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഒരു എന്തുണ്ടാവും, ഒരു ഹുബ്ബ് അവിടുന്ന് കിട്ടുവരും. അപ്പൊ നമ്മൾ അള്ളാഹു താല പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റായി ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുന്ന ഒരു മക്കാമ്. രണ്ടാമത്തത് മുഹിബിന്റെ മക്കാമാണ്. മുഹിബിന്റെ ഓനൊന്നും പ്രതീക്ഷിക്കണില്ല, ഒന്നും ആവശ്യപ്പെടണില്ല. എന്റെ ഉത്തരവാദിത്വം നിന്നെ മഹബത്ത് വെക്കലാണ്.
നിന്നെ സ്നേഹിക്കലാണ്. ഞാൻ വല്ലാതെ നിന്നെ സ്നേഹിക്കുന്നു. ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ അള്ളാഹുവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരാൾ. തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന നക്ഷബന്ദിയ ത്വരീഖത്തിനെ കുറിച്ച് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഒരു മുഹിബിന്റെ ഹൃദയത്തിൽ അള്ളാഹു മാത്രമേ പാടുള്ളൂ. കാരണം അള്ളാനെ ഇരുത്തുന്ന ഒരു സ്ഥലത്ത് സൃഷ്ടികളെ ഇരുത്തുക എന്ന് പറഞ്ഞാല് അത് രണ്ട് മക്കാമാണ് അല്ലെ. ഒന്ന് വാജിബുൽ വുജൂദാണ്, ഒന്ന് മുംകിനുൽ വുജൂദാണ്. വാജിബുൽ വുജൂദാകുന്ന അള്ളാഹുവിനെ ഇരുത്തേണ്ട സ്ഥലത്ത് സൃഷ്ടികളെ കൊണ്ട് ഇരുത്തുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന് മഹാരഥന്മാർ അവരെ കിതാബിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അള്ളാഹു താല കണ്ണ് 2 പടച്ചു, മൂക്കിന്റെ ഓട്ട 2 പടച്ച്, കാത് 2 പടച്ച്, കൈ 2 പടച്ച്, കാല് 2 പടച്ച്. പക്ഷെ ഹൃദയം അള്ളാഹു താല 1 മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആ ഹൃദയം അള്ളാഹു താലാക്കുള്ളതാണ്. അതുകൊണ്ട് ഹുബ്ബോടുകൂടെ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എത്താൻ കഴിയും അല്ലേ. ഞാൻ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, അമല് ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഒരാൾ പോകുമ്പോൾ അതിന്റെ വേഗത ഉറുമ്പിന്റെ വേഗതയോട് തുല്യമാണ്. മഹാന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. അമലുകൾ ചെയ്തിട്ട് ഖിദ്മത്തുകൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നതിന്റെ വേഗത ഉറുമ്പിന്റെ വേഗതയോട് തുല്യമാണ്. എന്നാൽ ഹുബ്ബോടുകൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നത് പക്ഷിയുടെ പറക്കലിനോട് തുല്യമാണെന്ന്. പക്ഷിയുടെ അത് രണ്ടും എത്ര മാറ്റമുണ്ട്. ഉറുമ്പിന്റെ നടത്തവും പക്ഷിയുടെ പറക്കലും എത്രമാത്രം മാറ്റമുണ്ട്. അതേമാതിരിയാണ് ഇത് രണ്ടും. അപ്പൊ ഹുബ്ബ് കൊണ്ട് അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് ഭയങ്കര മൂല്യേക്കാണ്. ചിലപ്പോ ഒരാൾ ഒരു ദിവസം മുഴുവനും നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ മുഹിബ് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആ 2 റക്അത്ത് ഓന്റെ മുഴുവൻ നിസ്കാരങ്ങളെക്കാളും കൂലി അള്ളാഹു തആല. അത് പ്രണയം ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ടുള്ള നിസ്കാരമാണ്. അതിന് വല്ലാത്ത മൂല്യം അള്ളാഹു തആല കൽപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. പൂർണ്ണമായി അള്ളാഹുവിനെ അറിയുന്നൊരു തലത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്തിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.